بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. ഓർമ്മ വെച്ച കാലം മുതൽക്ക് നമ്മൾ കേട്ടതാണ് ബറാഅത്ത് രാവ് എന്നത്. ഒരു ഇസ്ലാമിക ജീവിതത്തിൽ ഈ ഒരു രാവിനെ മാറ്റി നിർത്താൻ ആർക്കും സാധ്യമല്ല. സമീപകാലത്ത് ഇസ്ലാമിനെ പരിഷ്കരിച്ചേ അടങ്ങൂ എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന പരിഷ്കർത്താക്കൾ ഒരുപാട് ശ്രമിച്ചു ഈ രാവിനെ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി. പരിശുദ്ധ പ്രമാണങ്ങൾ വളരെ കൃത്യവും വ്യക്തവുമായി ഇതിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ചും ഇതിൻ്റെ അനുഷ്ഠാനങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന സ്ഥിതിക്ക് ലോകാവസാനം വരെ ഈ രാവിൻ്റെ ശ്രേഷ്ഠതയെ മുഅ്മിനീങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റാൻ കഴിയില്ല എന്നത് തീർച്ചയാണ്. അള്ളാഹുവിൻ്റെ ഖുർആനിൽ വളരെ വ്യക്തമായ വാക്കുകളാൽ ബറാഅത്ത് രാവിനെ അവതരിപ്പിക്കുന്നുണ്ട്. മുബാറക്കായ രാവ്, ബറക്കത്തുള്ള രാവ് എന്നാണ് ഖുർആൻ ഇതേക്കുറിച്ച് പറഞ്ഞത്. ബറാഅത്ത് രാവ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, നമ്മൾ അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്പം ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ, ഒന്ന് ഓർമ്മപ്പെടുത്താനാണ് നമ്മൾ ഇന്ന് കൂടിയിട്ടുള്ളത്. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ. അമൽ ചെയ്യാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. നമ്മൾ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ബറാഅത്ത് രാവിൻ്റെ 5 പ്രത്യേകതകൾ. സൂറത്ത് ദുഖാന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി ആ 5 പ്രത്യേകതകൾ പറയുന്നുണ്ട്. വഖീല ഹാദിഹി ലൈലത്തു മുഖ്തസത്തും ബി ഖംസി ഖിസാൽ. 5 പ്രത്യേകതകൾ കൊണ്ട് ഈ രാവ് അനുഗ്രഹീതമാണ്. 5 പ്രത്യേകതകൾ ഈ രാവിന് ഉണ്ട്. ബറാഅത്ത് രാവിന്റെ 1-ാമത്തെ പ്രത്യേകത തഫ്രീഖു കുല്ലി അംരിൻ ഹകീമിൻ ഫിഹാ. അള്ളാഹുവിന്റെ ഖലാഇൽ, പടച്ചവന്റെ വിധിയിൽ ചിലത് തീരുമാനിച്ചു വെച്ചതിനെ അഴിച്ച് പണിത് അള്ളാഹു അത് പുനഃപരിശോധിക്കുന്ന, പുനഃക്രമീകരിക്കുന്ന ഒരു രാത്രിയാണ് ബറാഅത്ത് രാവ്. ഖുർആന്റെ ആയത്ത് തന്നെ ഫിഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം എന്നാണ്. അള്ളാഹു നേരത്തെ വിധിച്ചു വെച്ചതിനെ അള്ളാഹു ആ വിധിയിൽ മാറ്റം വരുത്തുന്നു എന്നത്. നമ്മുടെ ആരോഗ്യം, ആ ആരോഗ്യത്തിൽ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാവണം എന്നത് നിലവിൽ അള്ളാഹു വിധിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ബറാഅത്ത് രാവിന്റെ നന്മകൾ കൊണ്ട് ആ വിധിയിൽ മാറ്റം അള്ളാഹു വരുത്തും. 5 ശ്രേഷ്ഠതകൾ അല്ലെങ്കിൽ 5 പ്രത്യേകതകൾ. 1, നിലവിൽ അള്ളാഹു വിധിച്ചു വെച്ച പല കാര്യങ്ങളെയും പുനഃപരിശോധിക്കുക, അല്ലെങ്കിൽ അത് 2ാമത് പുനഃക്രമീകരിക്കുന്ന രാവാണ്. ആയുസ്സിൽ വർധനവ് ചോദിക്കാൻ പറഞ്ഞാൽ നിലവിൽ അള്ളാഹു നമുക്ക് നിശ്ചയിച്ച നിലവിൽ നിശ്ചയിച്ച ആയുസ്സിൽ അല്പവും കൂടി വർധനവ് കിട്ടും. ജീവിത വിശാലതയിൽ വർധനവ് ചോദിച്ചാൽ നിലവിൽ അള്ളാഹു കണക്കാക്കിയതിൽ കുറയാതെ വീണ്ടും അത് കൂട്ടിത്തരും. അതൊക്കെ ചോദിച്ചാൽ അത് പരിഗണിക്കുന്നു എന്ന കാര്യങ്ങൾ, തീരുമാനിപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ മാറ്റം വരുത്തപ്പെടുന്ന രാവ്. അതാണ് 1-ാമത്തെ പ്രത്യേകത. 2ാമത്തെ പ്രത്യേകത, ഈ രാത്രിയിൽ ഇബാദത്ത് ചെയ്തു കഴിഞ്ഞാൽ സാധാരണ ഉള്ള ഒരു കൂലിയല്ല, പ്രതിഫലമല്ല അതിൽ കിട്ടുക. ഒരുപാട് ശ്രേഷ്ഠതകൾ അള്ളാഹു കൽപ്പിക്കുന്നുണ്ട്. ആ രാത്രിയിലെ ഇബാദത്തിന് ഹയാത്താക്കേണ്ട രാത്രിയാണ്. ഇബാദത്തിന്റെ ശ്രേഷ്ഠതയാണ് 2ാമത്തെ പ്രത്യേകത. 3-ാമത്തെ പ്രത്യേകത, അള്ളാഹുവിന്റെ കാരുണ്യം ഇറങ്ങി വരുന്ന മറ്റു പല രാത്രികളെക്കാൾ കൂടുതൽ ഈ രാത്രിയിലുണ്ട്. അള്ളാഹുവിന്റെ കാരുണ്യം കൂടുതലായി ഇറങ്ങുന്നു എന്നുള്ളതാണ് ഈ രാവിന്റെ 3-ാമത്തെ പ്രത്യേകത. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ബനൂ കൽബ് ഗോത്രക്കാരുടെ ആടുകൾ, ഒരുപാട് ആടുകൾ ഉണ്ടായിരുന്നു അവർക്ക്. അറബികളിൽ ഏറ്റവും കൂടുതൽ ആട് വളർത്തിയിരുന്ന ഗോത്രമായിരുന്നു ബനൂ കൽബ്. അവരുടെ എല്ലാവരുടെയും ആടുകളെ കൂട്ടിവെച്ചാൽ എത്ര രോമം ആടുകൾക്കുണ്ടോ ആ രോമത്തെക്കാൾ കൂടുതൽ അള്ളാഹുവിന്റെ കരുണ ഇറങ്ങുന്നു എന്ന് അന്നത്തെ സ്വഹാബികൾക്ക് മനസ്സിലാകും വിധം
അവർ കണ്ട അനുഭവമായ ബനൂ കൽബ് ഗോത്രക്കാരുടെ ആട്ടിൻകൂട്ടങ്ങളുടെ ആ പെരുപ്പത്തിലേക്ക് ഉപമിച്ചുകൊണ്ട് അതിലധികം ആ രോമങ്ങളെക്കാൾ അധികം ഒരാടിന് തന്നെ എത്രയോ ലക്ഷക്കണക്കിന് രോമം ഉണ്ടാവും. ബനൂ കൽബ് ഗോത്രക്കാർ അറബികളിൽ ഏറ്റവും കൂടുതൽ ആട് വളർത്തിയവരാണ്. അവരുടെ ആടുകളുടെ മൊത്തവും എണ്ണം എടുത്തിട്ട് എല്ലാ ആടിന്റെയും സർവ്വരോമങ്ങളുടെയും എണ്ണം എത്രയോ അതിലധികം അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുമെന്ന് പറഞ്ഞ റഹ്മത്ത് ഇറങ്ങൽ സംഭവിക്കുന്ന രാവ് എന്നതാണ് മൂന്നാമത്തെ പ്രത്യേകത. നാലാമത്തെ പ്രത്യേകത, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഈ രാത്രിയിൽ 6-7 ദുസ്വഭാവങ്ങൾ ഉള്ള ആളുകൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റെല്ലാ മുസ്ലിമീങ്ങൾക്കും നോർമലി ഒരു സാധാരണ എല്ലാ മുസ്ലിമിനും മഗ്ഫിറത്ത് കിട്ടുന്ന രാവാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാനത് വിശദീകരിക്കുന്നുണ്ട്. അഞ്ചാമത്തെ പ്രത്യേകത അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ ബറാഅത്തിന്റെ രാവിലാണ് അവിടുത്തെ ഉമ്മത്തിനെ പരിപൂർണമായും എല്ലാവരെയും ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത നൽകി എന്നത്. അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് കിട്ടാനുള്ള യോഗ്യതയിലേക്ക് നമ്മൾ ശ്രമിക്കേണ്ട ഒരു രാവും കൂടിയാണ്. സ്വലാത്ത് ചൊല്ലേണ്ട രാവാണ് ബറാഅത്തിന്റെ രാവ്. കേട്ടോളൂ, അതെങ്ങനെയാണ് സംഭവം? ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഅല ലൈലത്ത് സാലിസ അശറ മിൻ ശഅബാൻ 13-ാം രാവിലെ അല്ലാഹുവോട് ചോദിച്ചു, ഉമ്മത്തിന്റെ വിഷയത്തിൽ ചോദിച്ചു, പടച്ചവനെ എന്റെ ഉമ്മത്തിന് ശഫാഅത്ത് ചെയ്യാൻ നീ എനിക്ക് അർഹത തരണേ എന്ന് ശഅബാൻ 13-ാം രാവിലെ ചോദിച്ചു. അപ്പൊ അല്ലാഹു തആല 13-ാം രാവിലെ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ഉമ്മത്തിലെ 1/3 വിഭാഗത്തെ ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത കൊടുത്തു. 14-ാം രാവിലെ ചോദിച്ചു, എന്റെ ഉമ്മത്തിനെ പരിപൂർണമായും ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത എനിക്ക് വേണം. അപ്പോൾ അടുത്ത 1/3 14-ാം രാവിലെ കൊടുത്തു. പിന്നെ ഷഅബാന്റെ 15-ാം രാവിലെ ബറാഅത്ത് രാവിലെ ചോദിച്ചു, പടച്ചോനെ എന്റെ ഉമ്മത്തിനെ ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത നീ എനിക്ക് തരണേ എന്ന് ദുആ ചെയ്തു. അപ്പോൾ ഫഉഅതിയൽ ജമീഅ ഇല്ലാ മൻ ശറദ അലല്ലാഹി ശറാദൽ ബഈർ, അല്ലാഹുവിൽ നിന്നും അകന്നു പോകുന്നതിന് ഒരിക്കലും നന്നാവൂല ഞാൻ, ഇനി എനിക്ക് നന്നാവേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് മതം നിഷേധിച്ചു പോകുന്ന ആൾ ഒഴിച്ചുള്ള എല്ലാവരെയും ശഫാഅത്ത് ചെയ്യാൻ, ഈ സമുദായത്തിന്റെ പരിപൂർണ അംഗങ്ങളെയും ശഫാഅത്ത് ചെയ്യാനുള്ള പൂർണ്ണമായ യോഗ്യത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബാക്കിയുള്ള 1/3 വിഭാഗത്തെയും ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത 13-ാം രാവിലെ 1/3, 14-ാം രാവിലെ അടുത്ത 1/3, 15-ാം രാവ് എന്ന ബറാഅത്ത് രാവിൽ പരിപൂർണമായും ആ ലാസ്റ്റ് 1/3 ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത നൽകി എന്നുള്ളതാണ് ഈ രാവിന്റെ പ്രത്യേകത. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആൻ ഈ രാവിനെ കുറിച്ച് പറഞ്ഞത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്നാ കുന്നാ മുൻദിരീൻ ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം ഹമീം വൽ കിതാബിൽ മുബീൻ. സത്യത്തെയും അസത്യത്തെയും വ്യക്തമാക്കി തരുന്ന ഖുർആനെ തന്നെയാണ് സത്യം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, സൂറത്ത് ദുഹാന്റെ ആയത്തുകളാണിത്. ഈ ഖുർആന്റെ അവതരണം അത് അനുഗ്രഹീതമായ ബറക്കത്തുള്ള രാത്രിയിലാണ്. ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും 1-ാം ആകാശത്തേക്ക് എത്തിച്ചു, അല്ലെങ്കിൽ വഹി ആരംഭിച്ചു, അങ്ങനെ പല അഭിപ്രായങ്ങളും അതേക്കുറിച്ചുണ്ട്. അത് ബറക്കത്തുള്ള ഒരു രാത്രിയിലാണ്. ഈ രാത്രിക്ക് ബറക്കത്തുണ്ടെന്ന് ഖുർആന പറഞ്ഞത്. ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. ആ ബറക്കത്തുള്ള രാത്രിയുടെ പ്രത്യേകത എന്താ? നേരത്തെ അള്ളാഹു തീരുമാനിച്ചു വെച്ചു 65 വയസ്സ് വരെ ജീവിക്കണമെന്ന്. അതല്ല, അദ്ദേഹം അന്ന് ദുആയിരുന്നു ദീർഘായുസ്സനപ്പോൾ അള്ളാഹു 75 വയസ്സാക്കി കൊടുത്തു. അങ്ങനെ അള്ളാഹു നേരത്തെ തീരുമാനിച്ച ചില തീരുമാനങ്ങളിൽ മാറ്റം വരുത്തുന്ന രാത്രിയാണ്. ഒരു മാസമായി ജോലി അന്വേഷിച്ചു പോയിട്ട് ഒരു ജോലിയും കിട്ടിയിട്ടില്ല. ബറാഅത്തിന്റെ പിറ്റേന്ന് ജോലി കിട്ടി. എന്തേ? ബറാഅത്തിന്റെ രാവിലെ ഉമ്മ ദുആയിരുന്നു മോന് വേണ്ടിയിട്ട്. അള്ളാഹുവിന്റെ തീരുമാനം ഈ അടുത്ത ദിവസമൊന്നും അവന് ജോലി കിട്ടരുതെന്നാ. പക്ഷെ ആ തീരുമാനം അള്ളാഹു മാറ്റി. കഴിഞ്ഞ രാത്രി ബറാഅത്തിന്റെ രാവായിരുന്നു, പിറ്റേ പകലിൽ മകന് ജോലി കിട്ടി, ഉമ്മ ദുആ ചെയ്തു. അങ്ങനെ അള്ളാഹുവിന്റെ ചില തീരുമാനങ്ങൾ മാറ്റം വരുന്നതുണ്ട്, വരാത്തതുണ്ട്. മാറ്റം വരാത്ത തീരുമാനം മാറ്റം വരില്ല. ഉദാഹരണം, നമ്മൾ മരിക്കും, അതിൽ മാറ്റം വരൂല, അത് മരിക്കന്നെയും.
എപ്പം മരിക്കുമെന്നത് മാറ്റം വരും. അങ്ങനെ മാറ്റം വരുന്ന തീരുമാനങ്ങൾ അള്ളാഹു മാറ്റിത്തിരുത്തുന്ന രാവാണ് ബറാഅത്തിന്റെ രാവ് എന്ന് ഖുർആൻ. ഐ യുക്തബു വയുഫ്സലു കുല്ലു അംറിൻ മുഹ്കമിൻ വമുത്ഖനിൻ മിൻ അർസാഖിൽ ഇബാദ് വആജാലിഹിം വജമീഇ ഉമൂരിഹിം ഇല്ല സഅദത വശഖാവത മിൻ ഹാദിഹി ലൈലതി ഇല അൽ-ഉഖറ മിൻ അസ്-സനത്തിൽ ഖാബില. ഒരു മനുഷ്യന്റെ ആയുസ്, ആ മനുഷ്യന്റെ വയസ്സ്, അതുപോലെ അവൻ ഈ ഭൂമിയിൽ നിന്ന് അനുഭവിക്കേണ്ട സുഖങ്ങൾ, സന്തോഷങ്ങൾ, അതുപോലെ തന്നെ അവന്റെ ജീവിത സൗകര്യങ്ങൾ, റിസ്ക്, കുടുംബം, മക്കളില്ലാത്ത ആൾക്ക് മക്കൾ വേണമെന്ന് ചോദിക്കാണ് അല്ലാഹു. മക്കൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ അല്ലാഹുവോട് ചോദിച്ചാൽ അല്ലാഹു തരുന്നരാവ്. ഈ വർഷം മുതൽ അടുത്ത വർഷം ഈ രാവ് വരെയുള്ളതിനെ അല്ലാഹു തീരുമാനിക്കുന്ന രാവാണിത്. അതിൽ നമുക്ക് ആവശ്യമുള്ളതിനെ പ്രത്യേകം ചോദിക്കാനായി ഒരു അദാലത്ത് വെച്ചിരിക്കുക. അങ്ങനെ ഉണ്ടല്ലോ അദാലത്ത്, സർക്കാർ തലത്തിൽ അദാലത്ത് വെക്കും. ചില ബില്ലുകൾ പാസ്സായി വരുന്നതനുസരിച്ച് അദാലത്ത് വെക്കും. ഇടക്കാലത്ത് ഇത്ര നാൾ മുതൽ ഇത്ര നാൾ വരെ ഇന്ന സ്ഥലത്ത് വെച്ച് ഒരു അദാലത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാർ തലത്തിൽ. അതിൽ നമ്മുടെ ആവശ്യങ്ങൾ പ്രത്യേകം പറയാം, പ്രത്യേകം അത് പരിഗണിക്കുന്നു. ഈ രാവിൽ അത് അള്ളാഹു വെച്ചിരിക്കുന്നു. അടുത്ത രാവ് വരെ ഉള്ളതിൽ നമുക്ക് ചോദിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്ത് ചോദിച്ചാലും ഞാൻ തരാം. റബ്ബിന്റെ പ്രഖ്യാപനം എങ്ങനെയാ? റബ്ബിന്റെ പ്രഖ്യാപനം ഒന്നാം ആകാശത്ത് മുഴങ്ങിക്കേൾക്കാണ്. എന്ത് ചോദിച്ചാലും ഞാൻ തരാം. ഒന്നാം ആകാശത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കാണ്. എന്തിനാണ് ഒന്നാം ആകാശം എന്ന് പറഞ്ഞത്? അതിനപ്പുറത്തേക്ക് അള്ളാഹുവിന്റെ വരവിന് ഈ ഭൂമി ഒതുങ്ങൂലേ? എത്രയും അടുത്ത് വരാൻ പറ്റുന്ന അത്രേ അടുത്തവൻ വന്ന് നിൽക്കാം. കേട്ടോളൂ ഒരു ഹദീസ്. മഹാനായ ഇമാം ഇബ്നു മാജ അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്നു. അനാനി ഇബ്നു അബി താലിബ് ഖാല റസൂലുള്ളാഹി ഇദാ കാനത്ത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15ന്റെ രാവ് വന്നു കഴിഞ്ഞാൽ, റസൂലുള്ളാഹി പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ശഅബാൻ 15ന്റെ രാവ് വന്നു കഴിഞ്ഞാൽ ഫഖൂമൂ ലൈലഹാ, അതിന്റെ രാവ് നിങ്ങൾ ഹയാത്താക്കണേ. ശഅബാൻ 15ന്റെ രാവ് ഹയാത്താക്കാനുള്ള ഒരുപാട് ദിക്റുകളുണ്ട്, ദുആകൾ പലതും ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും ഇൻഷാ അല്ലാഹ്. എന്നാൽ ഒരു പ്രധാന അമലാണ് ഖളാ ഉള്ള നിസ്കാരങ്ങൾ ഖളാ വിട്ടാം. പരമാവധി റക്അത്തുകൾ വർദ്ധിപ്പിക്കുക. ഒരു 100-ലധികമെങ്കിലും നിസ്കരിക്കാൻ ശ്രമിക്കാം. മഗ്രിബ് മുതൽക്കാണ് കൂട്ടാം, അടുത്ത സുബഹി വരെ പരമാവധി 100 റക്അത്ത് നിസ്കരിക്കുന്ന വിഷയമൊക്കെ ഇമാമിങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഫിഖ്ഹിൽ അതിൽ 100 എന്ന് കൃത്യം പറയുന്നതിൽ വിമർശനങ്ങളും ഉണ്ട്. പക്ഷേ നമുക്ക് ഖളാ ഉള്ളത് എത്ര വേണമെങ്കിലും നിസ്കരിക്കാം. ഒരു 100-ൽ കുറയാതെ അങ്ങോട്ട് നിസ്കരിക്കാം. 100-ൽ കുറയാതെ നമുക്ക് നിസ്കരിക്കാം. ഒരുപാട് ഖളാ ഉണ്ടാവുമല്ലോ. 25 അസ്ർ ഖളാ വെട്ടിയാൽ തന്നെ എത്രേ? 25 അസ്ർ ഖളാ വെട്ടിയാൽ 100 എത്രയും നിസ്കരിക്കാം. മഗ്രിബ് മുതൽക്ക് റക്അത്തിനെ കൂട്ടാം. മഗ്രിബ് 3 റക്അത്തായി. മുമ്പ് വേണി 2 റക്അത്ത് സുന്നത്ത്, ശേഷം സുന്നത്ത്, ഇശാക്ക് മുമ്പ് ശേഷം, പിന്നെ ഇശാസ്കാരം, അപ്പൊ തന്നെ ആയി കുറെ. പിന്നെ വിത്ർ, പിന്നെ ഒരു ചെറിയ മയക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് തഹജ്ജുദ് ഉണ്ടെങ്കിൽ ആ തഹജ്ജുദിന്റെ റക്അത്തുകൾ, ഖളാ ഉള്ള നിസ്കാരങ്ങളെ ഖളാ വിട്ടാ. അങ്ങനെ റക്അത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. കാരണം ഹദീസിൽ വന്നത് ഖൂമു ലൈലഹ എന്നാണ്. രാത്രിയിൽ നിന്ന് നിസ്കരിക്കുന്നതിന് പ്രത്യേകം പറയുന്ന ഒരു പ്രയോഗമാണ് ഖൂമു. ഹയാത്താക്ക എന്നതിൽ നിസ്കാരം എന്നതൊരു പ്രത്യേകത ഉള്ളതാണ്. അതുകൊണ്ട് അത് പറഞ്ഞതാണ്. വസുമു യൗമഹാ, ശഅബാൻ 15ന്റെ പകല്, ഇന്നലെ ബറാഅത്ത് രാവാണെങ്കിൽ പിറ്റേ പകല്, ഇന്നിന്റെ പകല്, അന്ന് ശഅബാൻ 15ന്റെ നോമ്പ് നിങ്ങൾ എടുക്കണേ. ആ നോമ്പിന് ബറാഅത്തിന്റെ നോമ്പ് നമ്മൾ നാടന്മാര് പറഞ്ഞത് ബറാഅത്തിന്റെ നോമ്പ് പോലെ ആക്കി വെച്ചേക്ക. അങ്ങനെ ഒരു നോമ്പല്ലത്. ബറാഅത്തിന്റെ നോമ്പ് എന്ന് പറഞ്ഞിട്ടൊരു നോമ്പല്ലത്. ശഅബാൻ 15ന്റെ നോമ്പ് എല്ലാ മാസവും സുന്നത്തുള്ളതാണ്. 15ന്റെ നോമ്പ് അത് പ്രത്യേകം പറഞ്ഞു. ശഅബാന്റെ 15ന്റെ ആ നോമ്പ് സാധാരണ പോലെ കാണരുത്, അത് കൂലി കൂടുതലുള്ള, അത് ഒഴിവാക്കല്ലേ. തലേ രാവ് ഹയാത്താക്ക, ബറാഅത്ത് രാവ്, പിറ്റേ പകല് ശഅബാൻ 15ന്റെ പകല് നിങ്ങൾ നോമ്പെടുക്കുക. അവിടെ ബറാഅത്തിന്റെ നോമ്പെന്ന് പേര് പറഞ്ഞതിന്റെ പേരിൽ അങ്ങനെ ഒരു നോമ്പേ ഇല്ല എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ ഒരു പേരേ ഇല്ല എന്നേ ഉള്ളൂ, നോമ്പ് തന്നെയാണ്. ആ നോമ്പിന്റെ പേര് ശഅബാൻ 15ന്റെ നോമ്പെന്നാ. ബറാഅത്തിന്റെ നോമ്പെന്നല്ല അതിന്റെ പേര്, ശഅബാൻ 15ന്റെ നോമ്പെന്നാ പേര്. ബറാഅത്തിന്റെ രാവേ ഉള്ളൂ.
പകല് ബറാഅത്ത് എന്ന് പറഞ്ഞു വന്നിട്ടില്ല. അപ്പോ അത് സത്യമാണ്. അപ്പൊ ചില ആളുകൾ പറഞ്ഞു ബറാഅത്തിന്റെ നോമ്പ് എന്ന് പറഞ്ഞൊരു നോമ്പില്ല. ബറാഅത്തിന്റെ നോമ്പ് എന്നുള്ള നോമ്പല്ല ഉള്ളത്. അത് നമ്മളും അങ്ങനെ തന്നെ പറയണത്. ഷഅബാൻ 15 പകലിൽ നോമ്പ് എന്നാ നമ്മളും പറഞ്ഞത്. എവിടെയോ നാടന്മാരിങ്ങനെ പറഞ്ഞ് നമ്മുടെ കൂട്ടത്തില് ബറാഅത്ത് എന്ന് തന്നെ പറയല് കുറവാ. സഹോദരിമാരൊക്കെ പറയണേ ബ്രാത്ത് എന്നാ പറയാ അല്ലെ. ഇപ്പൊ ഇനി കുറെ നാൾ പറയും ബ്രാത്ത് എന്ന് പറഞ്ഞൊരു സാധനമല്ല. അതില്ല, നമ്മളും പറയുന്നുണ്ട് ബ്രാത്ത്. അങ്ങനെയല്ല, ബറാഅത്ത്. ഇങ്ങനെ ആ ഒരു സംസാരത്തിന്റെ ഒരു പിഴവിനെ പിടിച്ചുകൊണ്ട് അന്നത്തെ ദിവസം നോമ്പില്ല എന്ന് പറയണ്ടല്ലോ. നോമ്പുണ്ട്, പക്ഷെ നോമ്പിന്റെ പേരങ്ങനെയല്ല. ബറാഅത്തിന്റെ നോമ്പെന്നല്ല, ബറാഅത്തിന്റെ നോമ്പെന്നല്ല. ഇത് ഇസ്ലാമിക കർമ്മശാസ്ത്രമാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, രാവ് ഹയാത്താക്കി പിറ്റേ പകലിൽ നോമ്പെടുക്കണേ. 15 രാവ് ഹയാത്താക്കി ശഅബാൻ 15 പകല് നോമ്പെടുക്കണേ. ഫഇന്നല്ലാഹ യൻസിലു ഫീഹാ ലിഗുറൂബി ശംസി ഇലാ സമാഇ ദുനിയാ. സൂര്യാസ്തമയം മുതൽക്ക്, ബറാഅത്തിന്റെ രാവിന്റെ സൂര്യാസ്തമയം മുതൽക്ക് സുബഹി വരെ അല്ലാഹു തന്റെ അടിമകളോട് അടുത്തു വന്നിരിക്കുകയാ, ചേർന്ന് വന്നിരിക്കുകയാ. ഒന്നാനാകാശം എന്നൊക്കെ പറഞ്ഞത് ഏറ്റവും അടുപ്പം അറിയിച്ചതാണ്. അതിനപ്പുറത്തേക്ക് അടുക്കൽ സൃഷ്ടിയോട് ഇനി ഭൂമിയിലേക്ക് വരല, അത് സാധ്യമല്ല. അള്ളാഹുവിന്റെ ചേർന്ന് നിൽക്കൽ, അള്ളാഹു നമ്മൾ എന്ത് പറയുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് കാതു കൂർപ്പിച്ച് ചേർത്ത് പിടിക്കൽ ഒന്ന് പറഞ്ഞോളൂ. അങ്ങനെ ഒന്ന് നടക്കുന്ന ഒരു സമയമാണ് ബറാഅത്തിന്റെ രാവിനെ. ചില സ്വഹാബികൾ ലൈലത്തുൽ ഖദറിന്റെ രാവെന്ന് വിളിച്ചു, ചിലര് വിളിച്ചു ഇത് ബറാഅത്തിന്റെ രാവ് എന്ന്. ആ പേരിലേ മാറ്റുള്ളൂ. ചില സ്വഹാബികൾ, ചില മഹാന്മാരായ അയിമ്മത്ത് ഇത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണ് ഷഅബാൻ 15 രാവ് എന്ന് പറഞ്ഞവരുണ്ട്. അതിന്റെ ശ്രേഷ്ഠത അത്രയുണ്ട്. അതും സുബഹി വരെയാണ്, ഇതും സുബഹി വരെ. ഹത്താ മത്ലഇൽ ഫജ്ർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാം ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. സുബഹി വരെ ലൈലത്തുൽ ഖദർ പറഞ്ഞതുപോലെ തന്നെ ഇതും സുബഹി വരെ, മഗ്രിബ് മുതൽക്ക് ഇങ്ങനെ തുടങ്ങി. അപ്പൊ ആ പേര് ഈ രാത്രിക്ക് ലൈലത്തുൽ ഖദർ എന്ന് പറയാം. ഒരു വിഭാഗം അങ്ങനെ പറഞ്ഞത്, മറ്റൊരു വിഭാഗം പറഞ്ഞല്ല ഇത് ലൈലത്തുൽ ബറാ. ഇങ്ങനെ ഒരു തർക്കമല്ലാതെ ഈ രാത്രി ഇല്ല എന്ന് പറഞ്ഞവരാരുമില്ല. ഇതിന് ശ്രേഷ്ഠത ഇല്ല എന്ന് പറഞ്ഞവർ ഈ അടുത്ത കാലത്ത് കുറെ ആളുകൾ വന്ന് അവരാ പറഞ്ഞത്. ഒന്ന് പിടിച്ചെടുത്ത് 2 പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവരും സമ്മതിക്കുക ഉണ്ടല്ലോ തെറ്റുപറ്റി എന്ന് പറയും. അത്രയും ഇത് ഖുർആനിലും ഹദീസിലും വ്യക്ത. റസൂലുള്ളാഹി പറയാ രാത്രി നിങ്ങൾ ഹയാത്താക്ക, പകല് നോമ്പെടുക്ക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടെന്നറിയുമോ? അല്ലാഹു ചേർന്ന് വന്നിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു ചോദിക്കും അലാമിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറ ലഹു. പാപം പൊറുക്കാൻ ചോദിക്കുന്നവനുണ്ടോ? ഞാൻ പുറത്തു കൊടുക്കാം. അലാമിൻ മുസ്തർസിഖിൻ അലാ മുസ്തർസിഖുൻ ഫഅർസുഖഹു. ആരാ ജീവിക്കാനുള്ള ജോലി, പാർപ്പിടം, മക്കളുടെ വിദ്യാഭ്യാസം, സാമ്പത്തികമായ കാര്യങ്ങൾ, ഇതൊക്കെ മക്കളില്ലാത്തവർക്ക് മക്കള്, ആരോഗ്യം, എന്താ വേണ്ടെന്ന് വെച്ച് ചോദിക്കാൻ ആരോ? റിസ്ക് ചോദിക്കാൻ. റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല, നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ള എല്ലാം റിസ്ക്കാണ്. ആരാ ചോദിക്കാനുള്ളത്? ഞാൻ കൊടുക്കാൻ തയ്യാറാ. അലാ മുബത്തലൻ ഫഅഫിയഹു. എടങ്ങേറ് മുസീബത്തുള്ളവരാരാ? അവർ ആഫിയത്ത് ചോദിച്ചോ, ജീവിതത്തിന്റെ സുഖം ചോദിച്ചോ, ഞാൻ തരാൻ തയ്യാറാണ്. അലാ കദാ അലാ കദാ ഹത്താ യത്ലഅൽ ഫജ്ർ. എന്താ ചോദിക്കാനുള്ള? ചോദിച്ചോളൂ. സുബ്ഹി വരെ അല്ലാഹു അത് കേൾക്കാൻ കാത്തിരിക്കുന്നു. മഹാനായ ഇമാം ഇബ്നു മാജ അവിടുത്തെ സുനനിലെ ഹദീസ് പറയുന്നു, സയ്യിദുനാ റസൂലുള്ളാഹി ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ബറാഅത്ത് രാവ് ഒഴിവാക്കിയിട്ടില്ല. പല റിവായത്തുകളുണ്ട്. ഒരു റിവായത്ത് പറയാം, തുർമുദി, ഇബ്നു മാജ. അന്ന ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത് ഫഖദതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാത ലൈലത്തിൻ ഫഖറജതു അത്ലുബുഹു ഫൈദൻ ഹുവ ബിൽ ബഖീഅ. ബറാഅത്ത് രാവിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് റസൂലുള്ളാഹി പഠിപ്പിക്കുന്ന ആദ്യത്തെ ബറാഅത്ത് രാവ് ഉണ്ടാവല്ലോ. ആദ്യ ഒരു ബറാഅത്ത് രാവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു ബറാഅത്ത് രാവ് ഉണ്ടല്ലോ. നിയമം വരുന്ന ഈ ആയത്തുകൾ അവതരിക്കുന്ന ആദ്യത്തെ ബറാഅത്ത് രാവ്. അന്നാണല്ലോ ഇതിന് ശ്രേഷ്ഠത ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിയമം വരുന്നത്. അന്നത്തെ ഫസ്റ്റ് ബറാഅത്ത് രാവിന് എന്റെ കൂടെ ആയിരുന്നു അന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലുണ്ടാവേണ്ടത്. എന്റെ ഊഴം, എന്റെ രാവ്. അന്ന് ഞാൻ രാത്രി തപ്പി നോക്കിയപ്പോ ബെഡിൽ ആളെ കാണുന്നില്ല, എന്റെ കിടപ്പറയിൽ, എന്റെ വിരിപ്പിൽ കാണുന്നില്ല. ആ സമയത്ത് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊട്ടടുത്ത ജന്നത്തുൽ ബഖീഇൽ, മദീനയിലെ ജന്നത്തുൽ ബഖീഇൽ, ആ ഖബർസ്ഥാനിൽ പോയി നിൽക്കുന്നു.
റാഫിഉൻ റഅസഹു ഇലസ്സമാ, ഈ ആകാശത്തേക്ക് തലകൾ കണ്ണുകൾ ഉയർത്തി അല്ലാഹുവോട് ദുആ ചെയ്യാണ്. ജന്നത്തുൽ ബഖീഇലെ ഖബർസ്ഥാനിൽ പോയിട്ട് മഹാന്മാരായ ഖബറാളികൾക്ക് വേണ്ടി പൊറുക്കൽ തേടിക്കൊണ്ടുള്ള ദുആയാവാം, അവരുടെ സിയാറത്തുകളാവാം, എന്തോ ആവാം. ആ ഏകാന്തതയിൽ അല്ലാഹുവിലേക്ക് കൈകൾ നീട്ടിയിട്ട് ദുആ ചെയ്യാണ്. ഐഷ റളിയല്ലാഹു അൻഹ അന്വേഷിച്ച് പിടിച്ച് പിന്നാലെ ചെന്നു. ഐഷ ബീവി അങ്ങനെ പിന്നാലെ വന്നുകൂടി, അന്വേഷിച്ച് പാതിരാവിൽ വന്നുകൂടി. അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ ഐഷ കുന്തി തഖാഫീന യഹീഫല്ലാഹു അലൈകി വറസൂലു, അല്ലാഹുവും അവന്റെ റസൂലും നിന്നോട് അന്യായം ചെയ്യുന്നു എന്ന് നീ ചിന്തിക്കുന്നോ, നീ പേടിക്കുന്നോ? അങ്ങനെയാണല്ലോ ഇപ്പൊ. എന്താ ഐഷ ബീവിക്ക് അങ്ങനെ ചിന്തിക്കാൻ കാരണം? ഐഷ ബീവി വിചാരിച്ചു ഈ രാത്രി എന്നെ ഇവിടെ ഉറക്കി കെടുത്തിട്ട് പറ്റിച്ചിട്ട് അടുത്ത വീട്ടിലെവിടെയോ മറ്റു ഭാര്യമാരുടെ അടുത്ത് പോയിട്ടുണ്ടാകുന്നു. അങ്ങനെ ഒരു അന്യായം നിന്നോട് കാണിക്കില്ല ഐഷ, പെണ്ണാണല്ലോ, അങ്ങനെ തോന്നിപ്പോവൂലോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഐഷ ബീവി പറഞ്ഞു, നബിയെ അന്യായം കാണിച്ചു എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. വലാകിന്നി ലനന്തു അന്നക അതൈത ബഅദ നിസാഇക, ഞാൻ യഥാർത്ഥത്തിൽ ചിന്തിച്ചു പോയത് ഇവിടെ ഈ കിടപ്പറയിൽ എന്റെ ഉറക്ക ശേഷം അങ്ങ് വേറെ മറ്റ് ഭാര്യമാരുടെ അടുത്തേക്ക് എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും ഞാൻ ഭാവിച്ചു. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ ആയിഷ, ഇന്നത്തെ രാത്രി നിനക്കറിയുമോ, യൻസിലു ഇന്നല്ലാഹ തആല യൻസിലു ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15ന്റെ രാവിലെ അള്ളാഹുവിന്റെ അടുപ്പം നമ്മോട് വരുന്നു, 1-ാം ആകാശം വരെ. അള്ളാഹു അന്ന് പുറത്തു കൊടുക്കും. അള്ളാഹു പുറത്തു തരട്ടെ. പാപങ്ങൾ നമ്മൾ മറന്നാലും അള്ളാഹുവിന്റെ മുന്നിൽ രേഖയാ, പൊറുക്കാൻ ചോദിക്കണേ. നമ്മുടെ പാപങ്ങൾ പുറത്തു കഴിഞ്ഞു, പിന്നെയും നമ്മൾ പൊറുക്കാൻ ചോദിച്ചാൽ പിന്നെയും അള്ളാഹുവിന്റെ ഇഷ്ടം നമ്മോട് കൂടിക്കൊണ്ടിരിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ രാവ് ഒരാളും പാഴാക്കിയിട്ടില്ല. ഖലീഫ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ഇമാം ഇസ്മായിൽ അൽ ഹഖൽ ബർസവി തങ്ങൾ പറയുന്നുണ്ട്, മഹാനവറുകൾ ബറാഅത്ത് രാവ് ഹയാത്താക്കിയിട്ട് ആകാശത്തേക്ക് നോക്കിയപ്പോൾ പച്ച നിറത്തിലുള്ള ഒരു പട്ട് പോലത്തെ ഒരു വലിയ കുറിപ്പ്, ഒരു വലിയ തുണിശീല പോലത്തെ ഒരു വലിയ കുറിപ്പ് ഇങ്ങനെ തത്തിക്കളിക്കുന്നത് കാണാം. അതിൻ്റെ അകത്ത് വല്ലാതെ പ്രകാശമുണ്ട്. ആ പ്രകാശം കൊണ്ട് ആകാശം മുഴുവൻ പ്രകാശത്തിൽ നിറഞ്ഞിരിക്കുക. എന്നിട്ടോ അതിൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നത് അദ്ദേഹം വായിച്ചു, ഹാദിഹി ബറാഅത്തു മിനന്നാർ മിനൽ മലിക്കിൽ അസീസ് ലിഅബ്ദിഹി, അല്ലാഹു നരകമോചനം കൊടുത്തിരിക്കുന്ന, അവന്റെ അടിമയ്ക്ക് നരകമോചനം ഓഫർ പറഞ്ഞിരിക്കുന്ന ഒരു രാവാണ് ഇത് എന്ന്. ഇപ്പൊ നമ്മൾ കാണാറുണ്ടല്ലോ, ചില വലിയ മാളിന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാവും സോപ്പ് പൊടി 50% ഡിസ്കൗണ്ട്, ഒരു ബോർഡ് അതിന്റെ ഫ്രണ്ടിൽ ഉണ്ടാവും അല്ലേ. അങ്ങനെ പല ഓഫറിന്റെ ഫ്ലക്സുകൾ കാണാറുണ്ട്. അങ്ങനെ ഉണ്ട്. ഇന്നത്തെ പത്രത്തിന്റെ ഫ്രണ്ട് പേജ് മുഴുവനും ഓഫറാണ്. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഒക്കെ ഓരോ സ്റ്റാളുകളിൽ പകുതി വില, അതിന്റെ പകുതിയുടെ വില, എക്സ്ചേഞ്ച് മേള ഒക്കെയുണ്ട്. ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ റൂഹുൽ ബയാനിൽ കാണാം, സൂറത്ത് ദുഖാന്റെ വ്യാഖ്യാനത്തിൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് മഹാനവറുകൾ റളിയല്ലാഹു അൻഹു ബറാഅത്ത് രാവ് ഹയാത്താക്കിയിട്ട് ആകാശത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു, ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, ഇന്ന് നരകമോചനത്തിന്റെ രാവ. അള്ളാഹു നമുക്ക് നസീബാക്കട്ടെ. ബറാഅത്ത് രാവിൽ ചെയ്യേണ്ട കുറെ അമലുകളുണ്ട്, ഇൻഷാ അല്ലാഹ് അതിലേക്ക് വരാം. അതിനു മുമ്പ് മറ്റൊരു കാര്യം പറയാനുള്ളതാണ്. ബറാഅത്ത് രാവ് എന്ന ശഅബാൻ 15ന്റെ രാവ് ഹയാത്താക്കിയാൽ നമുക്കതിന്റെ പകലിൽ നോമ്പ് സുന്നത്താണ്. ഹയാത്താക്ക എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും മിനിമം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം, അന്നത്തെ മഗ്രിബ് ജമാഅത്തായി നിസ്കരിക്കുക, ഇശാ ജമാഅത്തായി നിസ്കരിക്കുക, സുബ്ഹിയും ജമാഅത്തായി നിസ്കരിക്കുക. ചില അയിമ്മത്ത് പറഞ്ഞു മഗ്രിബും സുബ്ഹിയും ജമാഅത്തായി നിസ്കരിക്കലാണ്. അതുകൊണ്ട് ഹയാത്താക്കലിന്റെ ഏറ്റവും മിനിമം എന്നത് കിട്ടും. നമ്മുടെ വീട്ടിൽ അന്ന് ജമാഅത്തായി നിസ്കരിക്കാനുള്ള ഒരു സൗകര്യം നമ്മുടെ വീട്ടിലുള്ള ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഗ്രിബും ഇശായും സുബ്ഹിയും ജമാഅത്താക്കിയാൽ, ഒരു ജമാഅത്തായി നിസ്കരിച്ചാൽ ഒരാൾക്ക് ഹയാത്താക്കിയ കൂലി കിട്ടുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസുകൾ ധാരാളമുണ്ട്. അങ്ങനെ അതിന്റെ ഹയാത്താക്കലിന്റെ ഏറ്റവും മിനിമാണിത്. എന്നിട്ട് കിടന്നുറങ്ങിയാലും ഹയാത്താക്കിയവൻ എന്ന പേരുണ്ടാവും അല്ലെ. ജസ്റ്റ് പാസ് 210 പാസ്സായ ആൾക്കാരുണ്ടാവും പഴയ SSLC അല്ലെ, ജസ്റ്റ് പാസ്. അങ്ങനെ 210 കിട്ടിയ പാസ്സാവും. ആ 210 പാസ്സായി വന്ന പഴയ SSLC എന്ന് പോലെ ജസ്റ്റ് പാസ് അത് കിട്ടും. അതെങ്കിലും നമ്മൾ വാങ്ങണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പിറ്റേ പകലിൽ നോമ്പെടുക്കണം. പിറ്റേ പകലിൽ നോമ്പെടുക്കണം. ഒരു റമളാന്റെ നോമ്പിന്റെ വിശുദ്ധി പോലെ, സാധാരണ നോമ്പിന്റെ വിശുദ്ധി പോലെ തന്നെ പിറ്റേ പകലിൽ നോമ്പെടുക്കണം. കേട്ടോളൂ, മഹാനായ ഇമാം അൽ ഫതാവ അൽ ഫിഖ്ഹിയ്യ അൽ കുബ്ര,
മഹാന്മാരായ ഫുഖഹാ രേഖപ്പെടുത്തുന്നത് കാണാം. വ അമ്മാ സൗമു യൗമിഹാ ഫഹുവ സുന്നത്തുൻ മിൻ ഹൈസു കൗനുഹു മിൻ ജുംലത്തിൽ അയ്യാമിൽ ബിയദി ലാ മിൻ ഹൈസു ഖുസൂസുഹു. ബറാഅത്തിന്റെ രാവ് കഴിഞ്ഞ് പിറ്റേ പകലിൽ എല്ലാ മാസവും 15-ന്റെ അന്ന് നോമ്പ് സുന്നത്താണ്, 14-നും സുന്നത്താണ്, 13-നും സുന്നത്താണ്. ആ അടിസ്ഥാനത്തിലുള്ള സുന്നത്തിന്റെ ശക്തമായ ഇടപെടലാണ് ഈ 15-ന്റെ പകലിലെ സുന്നത്ത് നോമ്പിനുള്ളത്. അല്ലാതെ ബറാഅത്തിന്റെ നോമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള നോമ്പൊന്നും അല്ലത്. അത് ശഅബാൻ 15-ന്റെ സുന്നത്തായ നോമ്പാണ്. ആ പേരവിടെ പറഞ്ഞതിലാണ് ചില ആളുകൾക്ക് വിഷമമുള്ളത്. എന്നിട്ടും നോമ്പിനെ അവർ നിഷേധിക്കുന്നതായി കാണാം. ഏതായാലും അന്നത്തെ പകലിൽ ആ രീതിയിലുള്ള മിൻ ഹൈസ് കൗനുഹു മിൻ ജുംലത്തിൽ അയ്യാമിൽ ബിയദി, വെളുത്ത വാവിന്റെ ദിവസങ്ങളിലെ നോമ്പ് സുന്നത്ത് എന്ന അടിസ്ഥാനത്തിൽ തന്നെയാണ് ബറാഅത്തിന്റെ രാവ് കഴിഞ്ഞിട്ട് പിറ്റേ പകലിലുള്ള ശഅബാൻ 15-ന്റെ നോമ്പ് എന്നതിൽ മഹാന്മാരായ മുഹദ്ദിഥീങ്ങൾ ഫുഖഹാ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, ബറാഅത്തിന്റെ രാവ് കഴിഞ്ഞ് പിറ്റേ പകലിലെ നോമ്പിൽ നമുക്കൊരു സന്തോഷ പ്രകടനം ഉണ്ട്. സന്തോഷ പ്രകടനത്തിന്റെ സാഹചര്യത്തിൽ ഇസ്ലാമിക ശരീഅത്ത് നോമ്പ് പിടിച്ച് സന്തോഷിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഉദാഹരണമാണ് മുഹറം 9-ന്റെയും 10-ന്റെയും നോമ്പ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഫറോവയിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തിയതിന്റെ സന്തോഷം ആഘോഷിക്കാണ് ഞങ്ങൾ എന്ന് മദീനയിലെ ജൂതന്മാർ പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ മുഹറം 10-ന് നോമ്പെടുക്കുന്നത്. എന്നാൽ മൂസാ നബി രക്ഷപ്പെട്ടതിൽ നിങ്ങളെക്കാളും സന്തോഷിക്കേണ്ടത് ഞങ്ങളാ. അതുകൊണ്ടല്ല അടുത്ത വർഷം ഞാൻ ജീവിച്ചിരുന്നാൽ 10-ന് മാത്രമല്ല മുഹറം 9-നും എനിക്ക് നോമ്പുണ്ടാകും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ പ്രകടനം നോമ്പ് പിടിച്ചുണ്ടായിരുന്നു. ഇവിടെ 2 രീതിയിലുണ്ട്. ഒന്ന്, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഷഫാഅത്തിനുള്ള പരിപൂർണമായ അർഹത അത് ഇന്നലെ രാത്രി കിട്ടിയതാ. നമുക്ക് അതിൽ അംഗത്വം ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇന്നലെ രാത്രി നമ്മളെ ഷഫാഅത്ത് ചെയ്യാനുള്ള അർഹത മുത്തുനബി അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഓർമ്മയിൽ ഇന്നത്തെ പകല് നമ്മൾ സന്തോഷിക്കും. ഹജ്ജിന് സെലക്ഷൻ കിട്ടിയെന്ന് നോട്ടിഫിക്കേഷൻ വന്നു. പിറ്റേ സുബഹിക്ക് ഒരു പ്രത്യേക ആവേശമായിരിക്കും. കാത്തിരുന്നു, കുറെ ദുആ ചെയ്തു, കുറെ പേരെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചു. ഹജ്ജിന് അപേക്ഷ വെച്ചതാ, കിട്ടാൻ വേണ്ടിയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ട്. ഇന്നലെ രാത്രി അത് വന്നത്, ഇന്ന് പകല് സന്തോഷമുണ്ടോ? ഇസ്ലാമിലെ സന്തോഷം നോമ്പ് പിടിച്ചുകൊണ്ടാ. എന്റെ പേര് റസൂലുള്ളാഹിക്ക് ശഫാഅത്ത് ചെയ്യാനുള്ളവരുടെ അർഹതയിൽ പെട്ടിട്ടുണ്ട്, ആ പട്ടികയിലുണ്ടെന്ന് അറിഞ്ഞാൽ ഇന്ന് പകലിൽ ഞാൻ ബോധമുള്ള മനുഷ്യനാണെങ്കിൽ എനിക്ക് സന്തോഷമുണ്ടോ? ആ സന്തോഷത്തിൽ ഞാൻ ഇന്ന് പകല് നോമ്പെടുക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതൊരു നബി സ്നേഹമാണ്. രണ്ടാമത്തേത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് സന്തോഷിച്ച പകലാണ് ശഅബാൻ 15-ന്റെ പകല്. എന്താണ് കാരണമെന്നറിയുമോ? മഹാനായ ഇമാം അലി ഇബ്നു ബുർഹാനുദ്ദീൻ അൽ ഹലബി തങ്ങൾ അദ്ദേഹത്തിന്റെ സീറത്തുൽ ഹലബിയ ഫീ സീറത്തുൽ അമീനിൽ മഅ്മൂൻ എന്ന ചരിത്ര ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, പരിശുദ്ധമായ കഅബ ശരീഫിനെ ഖിബലയായി പ്രഖ്യാപിക്കുന്ന ഖിബല പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത് ഫീ നിസ്ഫി ശഅബാൻ ഖാല ബഅദുഹും അലൈഹിൽ ജംഹൂറുൽ അഅ്ലം. ഒരുപാട് പണ്ഡിതന്മാർ സാദാത്യങ്ങൾ അഇമ്മത്ത് പറഞ്ഞതനുസരിച്ച് ശഅബാൻ 15-ന്റെ പകലിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ടായ ഇബ്രാഹിം നബിയുടെ ഖിബലയായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വഹയിന്റെ വരവ് കൊണ്ടുള്ള സന്തോഷം. ഏത് ദിവസം? ശഅബാൻ 15, ബറാഅത്ത് രാവിന്റെ പിറ്റേ പകലിൽ. അന്ന് നമ്മളും സന്തോഷിക്കണം. എന്തുകൊണ്ട്? അള്ളാന്റെ ഹബീബ് സന്തോഷിച്ചാൽ നമ്മൾ സന്തോഷിക്കണമല്ലോ. ഈ വർഷത്തെ ബറാഅത്ത് നോമ്പിന്, ബറാഅത്തിന്റെ രാവ് കഴിഞ്ഞ് പിറ്റേ പകലിലെ ശഅബാൻ 15-ന്റെ നോമ്പിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. എന്തായിരിക്കും? തിങ്കളാഴ്ച നോമ്പ് സുന്നത്തുണ്ട്. തിങ്കളും വ്യാഴമൊക്കെ പൊതുവെ സുന്നത്തുള്ള ദിവസങ്ങളാ. അന്നത്തെ ദിവസങ്ങളിൽ ഇങ്ങനത്തെ ദിവസവും കൂടി കടന്നു വന്നാൽ പ്രതിഫലം ഇരട്ടിയായി. നബി സ്നേഹത്തിന്റെ ഭാഗമാണ്. ഇനി കേട്ടോളൂ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ചെല്ലുമ്പോ മദീനയിലെ അധിക ആളുകളും ജൂത സഹോദരന്മാരാണ്. ലമ്മാ ഹാദറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മദീനത്തി വകാന അക്സറു അഹ്ലിഹാ അൽയഹൂദ. മദീനയിലെ അധിക ആളുകളും ജൂതന്മാരാണ്. ആ സമയം അള്ളാഹുവിന്റെ ഒരു പ്രഖ്യാപനം, ബൈത്തുൽ മുഖദ്ദസിനെ ഖിബലയാക്കണമെന്ന്. ഫഫരിഹത്തുൽ യഹൂദ്, അതൊരു ഹിക്മത്തായിരുന്നു. ജൂതന്മാർക്ക് അതിൽ സന്തോഷം തോന്നി. പതുക്കെ ഈ മതം പഠിക്കാൻ ചിലർ മുന്നോട്ട് വന്നു. ബൈത്തുൽ മുഖദ്ദസ് ഖിബലയായി പ്രഖ്യാപിച്ച ബൈത്തുൽ മുഖദ്ദസിനെ ഈ മതം അംഗീകരിക്കുന്നുവോ? ജൂതന്മാരായ ഞങ്ങൾ അംഗീകരിക്കുന്ന ബൈത്തുൽ മുഖദ്ദസിനെ നിങ്ങളും അംഗീകരിക്കുന്നുവോ?
ഒരു സഹോദരബോധത്തിന്റെ സ്നേഹം, ഒരു ഹിക്മത്ത്. അങ്ങനെ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10ലധികം മാസം ബൈത്തുൽ മുഖദ്ദസിനെ ഖിബ്ലയായി അംഗീകരിച്ചു. ഫസ്തഖബലഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 ശഹ്റ, 10ലധികം മാസം. വകാന യുഹിബ്ബു ഖിബ്ലത ഇബ്രാഹിം, അവിടുത്തെ ഇഷ്ടം ഇബ്രാഹിം നബിയുടെ ഖിബ്ലയായ കഅബയായിരുന്നു. ഫകാന യദഉ ഇലല്ലാഹി വയൻദുറു ഇലസ്സമാ, അല്ലാഹുവിനോട് ദുആ ഇറക്കും, പടച്ചോനെ ഖിബ്ല കഅബയിലേക്ക് മാറ്റണം, ഖിബ്ല കഅബയിലേക്ക് മാറ്റണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. എന്നിട്ട് ആകാശത്തേക്ക് നോക്കും, വഹയിന്റെ ആരവങ്ങൾ വരുന്നുണ്ടോ, ഖിബ്ലയുടെ മാറ്റപ്രഖ്യാപനത്തിന്റെ സമയമായോ. ഇടയ്ക്കിടയ്ക്ക് ആകാശത്തേക്ക് നോക്കും. ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നത് അല്ലാഹു കൃത്യമായി തന്നെ പറഞ്ഞു, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹാ. അങ്ങേക്ക് പൊരുത്തമുള്ള ഖിബ്ലയാണോ അത്, എന്നാൽ അല്ലാഹു അത് പൊരുത്തപ്പെട്ടു നബിയെ. റസൂലുള്ളാഹിക്ക് പൊരുത്തമുള്ളതിന്റെ പേരിൽ അല്ലാഹു പൊരുത്തപ്പെട്ടു എന്ന അർത്ഥത്തിലാ ഇവിടെ വന്നത്. അങ്ങേക്ക് പൊരുത്തമുള്ള, അങ്ങേക്ക് ഇഷ്ടം കൂടുതലുള്ള ഖിബ്ലയായ കഅബയെ അല്ലാഹുവിന് ഇഷ്ടമായി. അല്ലാഹു അങ്ങോട്ട് മുഖം തിരിക്കാൻ അങ്ങയെ ഏർപ്പാടാക്കിയിരിക്കുന്നു. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം വഹൈസുമാ കുൻതും ഫവല്ലു വുജൂഹകും ശത്റ വഇന്നൽ ലദീന ഊതുൽ കിതാബ ലയഅലമൂൻ അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ യഅമലൂൻ. സൂറത്തുൽ ബഖറ. ഈ പ്രഖ്യാപനം വരുന്നത് ശഅബാൻ 15ന്റെ പകലിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷിച്ച പകലാണ്. അതുകൊണ്ട് സന്തോഷ പ്രകടനത്തിലുമാവാം ആ നോമ്പ്. അവിടുത്തെ സുന്നത്തിൽപ്പെട്ടതാണ് ആ നോമ്പ്. ഒറ്റ വാക്കിൽ പറയാം, ബറാഅത്ത് രാവ് നമ്മൾ പരിഗണിച്ചേ പറ്റൂ, പിറ്റേ പകലും നമ്മൾ പരിഗണിച്ചേ പറ്റൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബറാഅത്തിന്റെ രാവും പകലും പരിഗണിക്കണം. ഈ പരിഗണന അല്ലാഹു നമുക്ക് തിരിച്ചു തരും. ഒരു ഹദീസ് കേട്ടോളൂ. മഹാനായ ഇമാം ബൈഹഖിയുടെ ശുഅബിൽ ഒരു ഹദീസ് കാണാം. അതോടൊപ്പം തന്നെ തഫ്സീറുൽ കബീറിൽ ഇമാം റാസി പറഞ്ഞ ഒരു റിവായത്തും കൂടി ചേർത്തിട്ട് പറയാം. ബറാഅത്ത് രാവിന്റെ പുണ്യം ലഭിക്കാത്ത 8 വിഭാഗം ആളുകളുണ്ട്. ബറാഅത്ത് രാവിന്റെ, ഇന്നലെ ബറാഅത്ത് രാവ് ഹയാത്താക്കാനൊക്കെ കഴിഞ്ഞവരിൽ ഇന്ന് നേരം വെളുത്താൽ അത് സ്വീകരിച്ചോ ഇല്ലയോ, കഴിഞ്ഞ രാത്രി അല്ലാഹു സ്വീകരിച്ചോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ 8 അടയാളം എന്ന് പറയാം. 8 വിഭാഗം ആളുകളുടെ ബറാഅത്തിന്റെ പുണ്യം അല്ലാഹു തടഞ്ഞു വെക്കാൻ അവർക്ക് കിട്ടൂല. ജനലക്ഷങ്ങൾക്ക് നരകമോചനം ലഭിക്കുന്ന ബറാഅത്ത് രാവിൽ ചിലരെ അല്ലാഹു പരിഗണിക്കുകയില്ല. ഒന്നാമത്തെ വിഭാഗം, ലാ യൻളുറുല്ലാഹു ഫീ ലൈലത്തിൽ ബറാഅത്തി ഇലാ മുശ്രിക്. ഹദീസ് ശുഅബുൽ ഈമാൻ. ഒരു മുശ്രിക്കായ മനുഷ്യൻ ശിർക്ക് വെക്കുന്നു. അങ്ങനെയുള്ള ആളുകൾ പൂജാരിനെ സമീപിച്ചു. നിങ്ങളുടെ വീട്ടിൽ ഒരു വരവുണ്ട്, പോക്കുണ്ട്, ഒരു ഹോമം നടത്തണം. അല്ലെങ്കിലോ ഈ പാമ്പിനെ പിടിക്കുന്ന ഒരു അമ്പലം ഉണ്ടല്ലോ ഇവിടെ, ഇവിടെ ഈ ചാലക്കുടിയിൽ, അങ്ങോട്ടൊരു ഹോമം ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, സർപ്പത്തിന്റെ ശല്യമുണ്ട്. അങ്ങനെ പൂജാരി വീട്ടിൽ വരലായി, ജ്യോത്സ്യൻ വരലായി, ശിർക്കാണ്. മുശ്രിക്കായ മനുഷ്യന്റെ ബറാഅത്തിന്റെ പുണ്യം അല്ലാഹു തടയും. ഒന്നാമത്തേത് അതാണ്. രണ്ടാമത്തേത് വൈലാ മുസാഹിനിൻ, ഉള്ളിൽ പകവച്ച് നടക്കുന്ന വൈരാഗ്യം, പിണക്കം മാറ്റാത്തവൻ, പിണക്കമുണ്ടെങ്കിൽ മാറ്റണം, ബറാഅത്തിന്റെ പുണ്യം കിട്ടൂല. മൂന്നാമത്തേത് വൈലാ ഖാതിഇ റഹിമിൻ, കുടുംബ ബന്ധം മുറിച്ചവന് ബറാഅത്തിന്റെ പുണ്യമില്ല. നാലാമത്തേത് വൈലാ വലാ ഇലാ മുസ്ബിലിൻ, അഹങ്കാരത്തോടുകൂടെ ഉടുമുണ്ട് വലിച്ചിഴച്ച് നടക്കുന്ന ആണുങ്ങൾക്ക് ബറാഅത്തിന്റെ പുണ്യമില്ല. ആണുങ്ങൾ കണ്ടു. പിന്നെയോ അഞ്ചാമത്തെ വിഭാഗം, മാതാപിതാക്കളെ ഇടങ്ങേറാക്കുന്ന മക്കൾക്ക് ബറാഅത്തിന്റെ പുണ്യമില്ല. ആറാമത്തെ വിഭാഗം, ലഹരി ഉപയോഗം പതിവായി കൊണ്ട് നടക്കുന്നവർ. ഇങ്ങനെ ചുരുട്ടി കള്ളിന് വേണമെന്നില്ല, ചുരുട്ടി ഒരു കൊടയല്, പിന്നെ അങ്ങനെ വാ പൊളിക്കല്, പിന്നെ ഒരു കയറ്റി വെക്കല്. ആരും കണ്ടിട്ടില്ല, അവിടെ ഇരിപ്പുണ്ട്. അതും വെച്ച് നിസ്കരിക്കാൻ കയറിയവൻ എനിക്കറിയാം. ബറാഅത്തിന്റെ പുണ്യമില്ല. ചെറുതാകട്ടെ വലുതാകട്ടെ, ലഹരിയിൽ അടിമയാണോ അവന് ലഹരിയുടെ ഉപയോഗമുണ്ടോ, ബറാഅത്തിന്റെ പുണ്യമില്ല.
ഏഴാമത്തെ വിഭാഗം ജ്യോത്സ്യ പണിക്ക് പോകുന്നവർ, ജ്യോത്സ്യനെ സമീപിക്കുന്നവർ. ബറാഅത്തിന്റെ പുണ്യമില്ല തഫ്സീറുർ റാസി. എട്ടാമത്തെ വിഭാഗം വ്യഭിചാരമോഹവുമായി നടക്കുന്ന ഹറാമായ ചാറ്റിങ്ങിൽ നിരന്തരമുണ്ട്. ബറാഅത്തിന്റെ പുണ്യം നിനക്കില്ല. ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു ബറാഅത്തിന്റെ പുണ്യത്തിൽ ചേർക്കട്ടെ. ബറാഅത്തിന്റെ അനുഗ്രഹം കിട്ടിയ മഹാഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ.